സീസ് ഫയറിന്റെ പുറകിൽ യഥാർത്ഥമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ നയിച്ചതിന്റെ കാരണങ്ങൾ. ഈ സീസ് ഫയറിന്റെ ഡോക്യുമെന്റ് ലബനാൻ എത്തിയ പാടെ ഇന്ന് രാവിലെ തന്നെ ലബനാന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, IDF-ന്റെ സോൾജേഴ്സ് എല്ലാം ലബനാനിൽ നിന്ന് പുറത്താകണം എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ അത് ഇസ്രയേലിനെതിരെയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടുന്ന് തിരിച്ച് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ടൊന്ന് വായിക്കുക. അതായത് 60 ദിവസത്തെ ടൈം നമ്മൾ തന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. കൂട്ടിച്ചേർത്തത് ശരിക്കും പറഞ്ഞാൽ 60 ദിവസം നമ്മൾ സീസ് ഫയർ വെച്ചിരിക്കുന്നത് ലബനാനുമായിട്ടാണ്, അല്ലാതെ ഹെസ്ബുള്ളയെ കൗണ്ടർ ചെയ്യാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഹെസ്ബുള്ളയെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെന്തെങ്കിലും അട്രോസിറ്റീസ്, എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് റീഗ്രൂപ്പിംഗ്, ഹെസ്ബുള്ള റീഗ്രൂപ്പിംഗ് ചെയ്താൽ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതായത് ഈ ഹെസ്ബുള്ള സംഘടനയിൽപ്പെട്ട 2-3 ആൾക്കാർ കൂടി ചേർന്ന് എവിടെയെങ്കിലും കണ്ട അവിടെ വരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇസ്രയേലിന്റെ ഉള്ളില് ഇന്ന് ക്യാബിനറ്റിൽ നിന്ന് ഒരു ചോദ്യം, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. എന്തുകൊണ്ട് താങ്കൾ ഈ ഒരു ഹെസ്ബുള്ളയുമായിട്ടുള്ള സീസ് ഫയർ ചെയ്യുന്ന സമയത്ത് ഇതേ ഹെസ്ബുള്ള ഹമാസിന്റെ കൂടെ ചേർന്ന് ഒക്ടോബർ 8-ാം തീയതി ഇസ്രയേലിനെതിരെ അറ്റാക്ക് നടത്തിയ ആ ഒരു കക്ഷിയാണ്, അല്ല ഹമാസ് മാത്രമല്ലല്ലോ, ഇവരുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണ് ആ ഒക്ടോബർ 7 അറ്റാക്ക് ഇസ്രയേലിനുള്ളിൽ നടത്തിയത്. അപ്പൊ എന്തുകൊണ്ട് ഒരു 50%, ഒരു 50% ഹോസ്റ്റേജിനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മാത്രമേ സീസ് ഫയർ ഒപ്പിടൂ എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ വെച്ചില്ല എന്നുള്ളൊരു ചോദ്യം. ഇത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അതിൽ ഹൈ ലെവൽ മീറ്റിംഗ്, ഒരു ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അത് ടെലവീവിൽ വെച്ചിട്ടാണ് കൂടിയത്. ആ മീറ്റിംഗിൽ കൃത്യമായിട്ട് പറയുകയുണ്ടായി, US-ൽ നിന്ന് വന്ന പ്രഷർ. 2-3 വീഡിയോകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമ്മർദ്ദങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമ്മർദ്ദം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേളിൽ UN-ൽ അടുത്ത നെക്സ്റ്റ് UN മീറ്റിംഗിൽ വെച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂട്ടാനുള്ള ഏർപ്പാടാണ് US മുന്നോട്ട് വെച്ചത്. US മാത്രമല്ല, ഇതിന്റെ പുറകിൽ ഫ്രാൻസും കൂടെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഫ്രാൻസിന്റെ ഇൻവോൾവ്മെന്റിനെ അതിതീവ്രമായ നിലയിൽ എതിർക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഫ്രാൻസിന്റെ ഒരു രീതിയിലുള്ള ഇടപെടലും സീസ് ഫയറിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. പിന്നെ എങ്ങനെയാണ് മാക്രോൺ ഇതിന്റെ ഉള്ളിൽ വന്നത്? അപ്പൊ ഈ മാക്രോൺ ഇതിന്റെ ഉള്ളിൽ വന്നതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ബൈഡനും മാക്രോണും തമ്മിലുള്ള ഇടപാടാണ്. അപ്പം മാക്രോൺ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, ICC-യിൽ, അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ തൽക്കാലം ഇരിക്കുന്ന വാറന്റ് റദ്ദാക്കാനുള്ള ഏർപ്പാട് മാക്രോൺ ചെയ്യും. അതായത് ഈ ഒരു ലബനാൻ സീസ് ഫയറിൽ നെതന്യാഹു ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാറന്റ്, നെതന്യാഹുവിന്റെയും ഗാലന്റിന്റെയും മേളിലിരിക്കുന്ന ഒരു വാറന്റ് ഒഴിവാക്കി കൊടുക്കാമെന്നുള്ള കാര്യം നമ്മുടെ മാക്രോൺ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ സീസ് ഫയർ ഒപ്പിട്ടതിന്റെ തൊട്ട് പുറകിൽ മാക്രോൺ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ICC-ക്ക് എതിരെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ഇവരുടെ ഒരു റോമൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് ICC-യിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമാകാത്ത ആൾക്കാരെ ICC-ക്ക് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ് ആ ഒരു നിയമത്തിൽ അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ നിയമത്തിനെ കൃത്യമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാക്രോൺ അവിടെ ഡിഫെൻഡ് ചെയ്ത്, ICC-യെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കാല് മാറിയത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ മാക്രോൺ ഉൾട്ടടിച്ച് വന്നത്. ഇമാനുവൽ മാക്രോൺ ഇപ്പൊ കംപ്ലീറ്റ്ലി നെതന്യാഹുവിന്റെ സപ്പോർട്ടിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മാറ്റം ഈ ഒരു സീസ് ഫയറിന്റെ സിഗ്നേച്ചർ കൊണ്ട് നടന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് G7 മീറ്റിംഗ് ഇറ്റലിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പൊ അവിടെ G7 മീറ്റിംഗിൽ സംസാരിച്ച സമയത്ത് ഇറ്റലിയുടെ പ്രതിനിധികളെല്ലാം പറഞ്ഞത് നെതന്യാഹുവിന്റെ അറസ്റ്റ് ഉടനെ നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ വേറെ ഏതോ ലോകത്താണ് ഇരിക്കുന്നത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇത് ഇന്നലെ വൈകുന്നേരം, ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഫ്രാൻസിൽ നിന്ന് കൃത്യമായിട്ട് ഈ ഒരു മാക്രോൺ കൃത്യമായിട്ട് പറഞ്ഞതാണ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല എന്നുള്ളത്. അപ്പൊ ഇത് യൂറോപ്യൻ കൺട്രീസിന്റെ ഇടയിൽ ICC-ക്കുള്ളിൽ ഒരു ചേരിതിരിവിനുള്ള സാഹചര്യം ഉടലെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൂടാതെ നെതന്യാഹുവും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ICC-യിൽ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും ഇസ്രായേലിനെ, ഈ ഒരു വാറന്റിനെതിരെ ഡിഫെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഫോർമാലിറ്റി ഡിഫെൻഡ് ആണ്, ഒരു അപ്ലിക്കേഷൻ ഇടുക, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുള്ളതാണ്. അപ്പൊ US-ന്റെ ഭീഷണി മൂലമാണ് ഈ ഒരു സീസ് ഫയറിൽ ഒപ്പിട്ടതെന്നുള്ളത് നെതന്യാഹു തുറന്നു പറഞ്ഞിരിക്കുകയാണെന്നുള്ളത്. ഇസ്രായേലിന്റെ ഉള്ളിൽ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് താമസിക്കുന്ന സെറ്റ്ലേഴ്സ്, ജൂവിഷ് സെറ്റ്ലേഴ്സ്, അവരുടെ ഹോളി ലാൻഡിനെ ഈ ഒരു ട്രംപിന്റെ കാലഘട്ടത്തിൽ അതിനെ അവർ തിരിച്ചു പിടിക്കാൻ ഏതെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുകയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ US-ൽ തക്കതായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ട്രംപിന്റെ ഈ ഒരു റെജീം, അപ്പൊ അവര് ശരിക്കും ഈ ഒരു ജെറുസലേം ടെമ്പിൾ അഥവാ ഈ ഒരു അവരുടെ ഹോളി ലാൻഡിനെ അവർക്ക് തിരിച്ച് പിടിച്ച് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കുന്നുണ്ട്.
അപ്പൊ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ഇനി അത് ഏത് രീതിയിലുള്ള യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളത് ഇനി നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട വിഷയങ്ങളാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോർദാൻ ബോർഡറിൽ ഒരു ഫെൻസിങ് വെച്ചിട്ട് ഒരു ബോർഡർ സെക്യൂർ ചെയ്ത് സർവൈലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളത് പറയുകയുണ്ടായി. അത് മെയിൻ ആയിട്ട് അതിന്റെ കാരണം ഇന്നലെ ഇറാനിൽ നിന്നുള്ള വെപ്പൺസ്, അതിൽ RPG, അതേപോലെ റോക്കറ്റ്സ്, ഇതേപോലത്തെ സാധനങ്ങളെല്ലാം കുറെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇസ്രായേൽ ആർമി. അത് ഈ ജോർദാൻ ബോർഡറിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലോട്ട് കടത്തുന്ന സമയത്താണ് ഇത് പിടിച്ചെടുക്കപ്പെട്ടത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, വെപ്പൺ സ്മഗ്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെയാണ് ഈ ഒരു ഫെൻസിങ് വളരെ ക്ലിയർ ആയിട്ട് കെട്ടുന്നത്. അപ്പൊ ഈ ഒരു ഫെൻസിങ് പണിയുന്നതിലൂടെ ഇതൊരു കാരണമായെങ്കിലും ഇതിന്റെ മേജർ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ലെബനാന്റെ കടന്നുകയറ്റം തടയുക എന്നുള്ളതാണ്. ഇനി അഥവാ വെസ്റ്റ് ബാങ്കിൽ എന്തെങ്കിലും ഒരു അനക്സേഷൻ നടപ്പാക്കുന്ന സമയത്ത് ജോർദാൻ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അതിനെ വേലി കെട്ടി ഒതുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഒക്ടോബർ 26 ഇസ്രയേൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്തതിന് ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്യുമെന്ന് ഇറാൻ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇറാൻ ന്യൂക്ലിയർ ബോംബോ അല്ലെങ്കിൽ 10, 300, 400 മിസൈലുകളോ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇറാന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറിയയിലുള്ള ആസാദുമായിട്ട് ചേർന്നുകൊണ്ട് ആസാദ് പണ്ട് സിറിയയിൽ ചെയ്ത ഒരു യുക്തിയുണ്ട്. ആ യുക്തി എന്ന് പറഞ്ഞാൽ കെമിക്കൽ വെപ്പ് കുറെ ആൾക്കാരെ കൊന്ന കേസ് ഇപ്പോഴും അയാളുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. ഈ ആസാദിന്റെ പേരിൽ ബാഷർ അൽ ആസാദ് എന്നാണ് അയാളുടെ പേര്. വെപ്പൺ രീതിയിലുള്ള ബോംബിംഗ് ഇസ്രയേലിന്റെ ഉള്ളിൽ നടപ്പാക്കാനാണ് ഇവരുടെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഇത് മൊസാദ് കണ്ടെത്തിയിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്ഫുള്ളി റിപ്പോർട്ടഡ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്, കെമിക്കൽ വെപ്പൺ ഇടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സീസ്ഫയർ ഇപ്പൊ നടപ്പായില്ല എന്നുണ്ടെങ്കിൽ അവർ ഹിസ്ബുള്ള ത്രൂ തന്നെ ഈ ഒരു വെപ്പൺ ഇസ്രയേലിലേക്ക് ഇടാനുള്ള മാർഗമാണ് അവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു യുദ്ധക്കുറ്റമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന കേസുകെട്ടുകൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഈ ആഘാതം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. കാരണം കെമിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മരണം സംഭവിക്കുന്ന ഏർപ്പാടാണ്. ഇത് ഓൾറെഡി തന്നെ ഈ സിറിയ ഈ സുന്നി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപ്പാക്കി അവിടെ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ തെളിവ് നമ്മുടെ മുന്നിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രയേലിന്റെ മേളിൽ പ്രയോഗിക്കാനാണ് ഇപ്പൊ ഇതിന്റെ ഒരു തീരുമാനം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഇപ്പൊ മുൻകൂട്ടി തന്നെ മൊസാദ് കണ്ടെത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പം സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇപ്പൊ ഇന്ന് എന്തായാലും മിലിറ്ററി നല്ല രീതിയിലുള്ള ഒരു ഇപ്പോ 6 പട്ടാളക്കാരെ വധിച്ചിട്ടുണ്ട് ഈ ഇമ്രാൻഖാന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ട് വന്ന ആൾക്കാർ. പക്ഷെ ഇമ്രാൻഖാന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് ISI ആണ് പറയുന്നത്, പാകിസ്ഥാന്റെ ISI ആണ് പറയുന്നത്. അപ്പൊ ഇതിൽ UAE, ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതിൽ മീഡിയേറ്റ് ചെയ്യണം. അതായത് ഞങ്ങൾക്ക് ഇടനിലയിൽ നിന്ന് ഇതൊന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി തരണം. ആരുമായിട്ട് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിക്കും ഇമ്രാൻഖാനും ഇടയിലാണ് ഈ ഒരു മീഡിയേഷൻ നടത്തേണ്ടത്. അപ്പൊ ഇതിന് ഇമ്രാൻഖാന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്നാണ് ISI പറയുന്നത്. ഇമ്രാൻഖാന്റെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ ISI ഇപ്പൊ അവിടുത്തെ റൂളിംഗ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെയല്ലേ ചെയ്യേണ്ടത്. ISI എന്ന് പറയുമ്പോഴത്തേക്കും അത് പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അവര് കൃത്യമായിട്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആരാണ് ഇത് ചെയ്യാൻ പോകുന്നത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മീഡിയേഷൻ എത്രയും വേഗം ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. UAE ഭാഗത്ത് നിന്ന് ഇതിന് മറുപടി ഒന്നും വന്നില്ല. ഇനി അവർ ഇടപെടാതിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ ഡെവലപ്മെന്റ്സ് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അതുവരെ ഇമ്രാൻഖാൻ ജീവിച്ചിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ട്രംപ് ഇന്നലെ ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് കൊടുത്തായിരുന്നല്ലോ. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% ടാക്സ് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ചൈനയ്ക്കും 10% ടാക്സ് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇവർ US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, അതായത് ഇവിടെ നിന്ന് ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കാണ് ഈ ഒരു ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ ഇപ്പൊ ചൈന പൊതുവെ ഇപ്പം US-ഉം ഇന്ത്യയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് അയന്ന് വരുന്നത്. ഇതൊക്കെ ചൈന മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ഇലക്ഷനിൽ ട്രംപ് വരും, ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇപ്പൊ തന്നെ സോൾവ് ചെയ്യാം എന്നുള്ള നിലയിലൊക്കെ ഈ ഒരു ബോർഡർ ഡീഎസ്കലേഷൻ ഒക്കെ നടന്നത് ഇതിന്റെയൊക്കെ പേരിൽ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചൈന ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗുഡ് റിലേഷൻസ് നമ്മൾ എപ്പോഴും സംസാരിക്കണം എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും ഇന്ത്യയുമായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവർ എത്രയും വേഗം ഈ ഒരു ഫൈനാൻഷ്യൽ രീതിയിലുള്ള, അതായത് ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ്, അതേമാതിരിയുള്ള എക്കണോമിക് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത്. ചൈനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് US-ഉമായിട്ട് നല്ല സഹകരണത്തിലുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കമ്പനി ഉണ്ടാക്കി അവിടെ മാനുഫാക്ചറിങ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ചൈനയുടെ അടുത്ത യുക്തി. അപ്പൊ അവര് പല രാജ്യങ്ങളിലായിട്ട് അവരുടെ കമ്പനീസ് സ്പ്ലിറ്റ് ചെയ്ത് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ചൈന തുടങ്ങുന്നത്. കാരണം ഇനി ഒരു 4 വർഷം എന്ന് പറഞ്ഞാൽ അത് ലോങ് ഡ്യൂറേഷൻ ആണ്. ഇനി ഒരു 4 വർഷം എന്ന് പറഞ്ഞാൽ ചൈനയുടെ എക്കണോമി നല്ല രീതിയിൽ ക്രാക്ക് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇങ്ങനത്തെ തീരുമാനം എടുത്തിരിക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു തീരുമാനം ചൈനയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അദാനിയുടെ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 20% താഴെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ഇന്ന് 3% അത് ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ അദാനി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ് ഈ ഒരു ഉയർച്ച രേഖപ്പെടുത്തുന്നതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.